നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ എത്രത്തോളം സജ്ജമാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. പൂർണ്ണ പിന്തുണ തന്നെയാണ് രാജ്യം മുഴുവൻ നൽകുന്നത്. നമ്മളിപ്പോൾ ഇത്രയും ദൂരെയാണെങ്കിലും ഇന്ത്യ തിരിച്ചടിക്കും, അല്ലെങ്കിൽ അതിനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം നമുക്കുള്ളിലൊക്കെ തന്നെയുണ്ട്. അതുതന്നെയാണ് ഒരു ഭീകരവാദികൾക്കും ഒരു കാലത്തും തകർക്കാൻ കഴിയാത്ത ഇന്ത്യയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് തന്നെ. ഏതായാലും ഇത്തരത്തിലുള്ള പല വാർത്തകൾ നമ്മളിപ്പോൾ അതുമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നടക്കുന്ന നീക്കങ്ങൾ, അന്വേഷണം ഒക്കെ ഏതുവരെയായി, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗങ്ങൾ, അതിനെക്കുറിച്ചും അതിർത്തിയിൽ ഇപ്പോൾ നടക്കുന്ന വെടിവയ്പ്പിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്, ചില വ്യാജ വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ വാട്സപ്പുകളിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ഇത് സംബന്ധിച്ച് പരക്കുന്നത്. അതുകൊണ്ട് ജനം അതീവ ജാഗ്രത പാലിക്കണം. കൃത്യമായി തന്നെ ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളത് കൂടെ കൃത്യമായിട്ട് ഇത് കാണുന്ന സാധാരണ ജനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളായിരിക്കും കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത്. കാരണം അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നല്ലതും ചീത്തയും ഏതാണെന്നും ഉള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സായുധ സേനയെ ആധുനികവൽക്കരിക്കാൻ സർക്കാരിനെ സഹായിക്കുന്നതിന് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടിലേക്ക് സംഭാവന നൽകാൻ ആളുകളോട് ആവശ്യപ്പെടുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ വ്യാജമാണെന്ന മുന്നറിയിപ്പുമായി കേന്ദ്രം ഇപ്പോൾ രംഗത്ത് വരികയാണ്. അതായത് ഈ വാട്സപ്പ് സന്ദേശത്തിലെ അക്കൗണ്ട് വിശദാംശങ്ങൾ തെറ്റാണെന്നും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകരുതെന്നും ആളുകളോട് അഭ്യർത്ഥിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതായത് PIB നടത്തിയ വസ്തുതാ പരിശോധനയിൽ ഈ സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തി. അതായത് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ നവീകരണത്തിനായി സർക്കാർ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടുണ്ടെന്നും അവകാശപ്പെടുന്ന ഒരു വാട്സപ്പ് സന്ദേശം പ്രചരിക്കുന്നുണ്ട്. ഈ അവകാശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. സന്ദേശത്തിൽ പരാമർശിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഇന്ത്യൻ സൈനികത്തിന്റെ നവീകരണത്തിനോ ആയുധങ്ങൾ വാങ്ങുന്നതിനോ ഉള്ളതല്ലെന്നും PIB പറഞ്ഞിട്ടുണ്ട്. ബോളിവുഡ് നടൻ അക്ഷയ് കുമാറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ ആശയം നിർദ്ദേശിച്ചതെന്നും സന്ദേശത്തിൽ അവകാശപ്പെടുന്നുണ്ട്. സന്ദേശത്തിന്റെ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഇങ്ങനെയാണ്: സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാർ നിർദ്ദേശിച്ചതുപോലെ മോദി സർക്കാരിന്റെ മറ്റൊരു നല്ല തീരുമാനം. ഇന്ത്യൻ സൈന്യത്തിന് പ്രതിദിനം ₹1 മാത്രം. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിനും യുദ്ധമേഖലയിൽ പരിക്കേറ്റവരോ വീരമൃത്യു വരിച്ചവരായ സൈനികർക്കായി മോദി സർക്കാർ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നു. ഇതിൽ ഓരോ ഇന്ത്യക്കാരനും സ്വന്തം ഇഷ്ടപ്രകാരം എത്ര തുക വേണമെങ്കിലും സംഭാവന ചെയ്യാം. ഇത് ₹1 നിന്ന് ആരംഭിച്ച് പരിധിയില്ലാത്തതാണ്. ഈ പണം സൈന്യത്തിനും അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും ആയുധങ്ങൾ വാങ്ങുന്നതിനും ഉപയോഗിക്കാം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് വ്യാജമാണെന്നും അതേസമയം യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്ത സൈനികർക്കായി സർക്കാർ നിരവധി ക്ഷേമ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 2020 സർക്കാർ സായുധ സേന യുദ്ധ അപകട ക്ഷേമനിധി അതായത് AFBCWF സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് സൈനിക നടപടികളിൽ ജീവൻ നഷ്ടപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്യുന്ന സൈനികരുടെ അല്ലെങ്കിൽ നാവികരുടെ വ്യോമസേനാംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഉടനടി സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ കൂടി ഒരു അവസരത്തിൽ വാട്സപ്പുകളിലൂടെയോ അതുപോലെ മറ്റുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ തന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഓർക്കണം, ഇത് വ്യാജമാണ്. അത്തരത്തിൽ യാതൊരു നീക്കവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെയുണ്ട്. നമുക്കറിയാം, ബജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ തന്നെ അറിയാം, കൃത്യമായിട്ട് ഒരു തുക തന്നെ നമ്മുടെ പ്രതിരോധ മേഖലയ്ക്കായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെക്കാറുണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ചിലവുകളുമാണ് നമ്മൾ നടത്തുന്നത്. അല്ലാതെ ഇത്തരത്തിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലൊരു വാട്സപ്പിലൂടെ ഒരു സന്ദേശം അയച്ചുകൊണ്ട് പണം പിരിക്കുകയോ അങ്ങനെ ഒരു തരത്തിലുള്ള നീക്കങ്ങളും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വ്യാജമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതായാലും അതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ 3 ദിവസങ്ങളായി അതിർത്തിയിൽ തുടരുന്ന പ്രകോപനത്തിന് ഇന്നും അറുതിയില്ല. തുടർച്ചയായി 4ാം ദിവസം കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം വെടിയുതിർത്തുകൊണ്ടിരിക്കുകയാണ്. പൂഞ്ച് സെക്ടറിലാണ് ഇന്ന് സംഭവം നടക്കുന്നത്. ഇവിടെ വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്നത് ഇതാദ്യമായാണ്. ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി കൊടുത്തതായാണ് വിവരം. ആൾനാശം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രജൌരി പൂഞ്ച് മേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ സ്ഥലം ഒഴിഞ്ഞുപോയിട്ടുണ്ട്. പൂഞ്ച് കുപ്വാര ജില്ലകളിൽ പാകിസ്ഥാൻ കരാർ ലംഘിച്ച്
വെടിനിർത്തൽ നടത്തിയിട്ടുണ്ട്. കുപ്വാരയിൽ സാമൂഹിക പ്രവർത്തകൻ ഗുലാം റസൂൽ മാങ്കയെ ഭീകരർ വെടിവെച്ചു കൊന്നത് കഴിഞ്ഞ ദിവസമാണ്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ കുപ്വാരയിലെ കൻഡി ഗാസിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി കൊലപ്പെടുത്തുകയായിരുന്നു. വയറിലും ഇടത് കൈയിലും വെടിയേറ്റ ഗുലാമിനെ ഉടൻ ഹദ്വാര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചെന്നും സ്ഥലത്ത് സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് ഇന്ന് വെടിവയ്പ് ഉണ്ടായത്. ഇതിനിടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം വനത്തിലേക്ക് രക്ഷപ്പെട്ട ഭീകരരെ ഇടയ്ക്ക് 4 ഇടങ്ങളിൽ സുരക്ഷാ സേന കണ്ടെത്തിയതായി വിവരമുണ്ട്. ഒരിടത്ത് വെച്ച് തമ്മിൽ വെടിവയ്പും ഉണ്ടായതായിട്ടാണ് സൂചന. ത്രാൽ കോക്കർനാഗ് മേഖലയിലൂടെ നിലവിൽ നീങ്ങുന്ന ഭീകരർ ഇടയ്ക്ക് വീടുകളിൽ ആഹാരം തേടിച്ചെന്നും വിവരമുണ്ട്. കൊടും വനത്തിലും സമീപ ജില്ലകളിലെ നഗരങ്ങളിലടക്കം ഭീകരർക്കായി തിരയുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ പക്ഷാപാതപരമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത BBC ന്യൂസിനെ നിരീക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതേസമയം കേന്ദ്രം പാക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായി കണ്ടെത്തിയതോടെയാണ് നടപടി. BBCയുടെ ഇന്ത്യയിലെ മേധാവി ജാക്കി മാർട്ടിന് കേന്ദ്ര സർക്കാർ കത്ത് നൽകിയിട്ടുണ്ട്. ഇനിയുള്ള റിപ്പോർട്ടിംഗുകൾ വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിക്കുമെന്നും BBCക്ക് എഴുതിയ ഔപചാരിക കത്തിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കശ്മീരിൽ ടൂറിസ്റ്റുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കാരുടെ വിസ റദ്ദാക്കി പാകിസ്ഥാനും രംഗത്തുണ്ട് എന്ന തലക്കെട്ടോടെ BBC റിപ്പോർട്ട് ചെയ്ത ലേഖനമാണ് കേന്ദ്ര സർക്കാർ നടപടിക്ക് ആധാരം. പഹൽഗാമിൽ നടന്നത് ഭീകരാക്രമണമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമായിട്ടും മിലിറ്റന്റ് അറ്റാക്ക് എന്നായിരുന്നു BBC വിശേഷിപ്പിച്ചത്. തീവ്രമായി വാദിക്കുന്ന വ്യക്തികളോ ഗ്രൂപ്പുകളോ നടത്തുന്ന ആക്രമണത്തെയാണ് പൊതുവെ മിലിറ്റന്റ് അറ്റാക്ക് എന്ന് അഭിസംബോധന ചെയ്യാറുള്ളത്. രാഷ്ട്രീയമോ സാമൂഹികമോ ആയൊരു ലക്ഷ്യം കൈവരിക്കുന്നതിനെ സായുധ ആക്രമണം നടത്തുന്നവരെ മിലിറ്റന്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഭീകരരെയും ഭീകരാക്രമണത്തെയും നീതീകരിക്കാൻ കഴിയില്ലെന്നിരിക്കെ ആ പദം ഒഴിവാക്കി മിലിറ്റന്റ് അറ്റാക്ക് എന്ന് BBC പ്രയോഗിച്ചത് തീർത്തും നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന വിലയിരുത്തലാണ് നമ്മുടെ സർക്കാർ. ആക്രമണത്തിന് തീവ്രവാദികൾ നിർബന്ധിതരായെന്ന വ്യാഖ്യാനം നൽകാൻ മിലിറ്റന്റ് അറ്റാക്ക് എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു BBC. പട്ടാപ്പകൽ ഇസ്ലാമിസ്റ്റ് ഭീകരർ നടത്തിയ ആക്രമണത്തെ ഭീകരാക്രമണം എന്ന് പറയാൻ BBC കാണിച്ച മടിയാണ് കേന്ദ്ര സർക്കാർ കൈയോടെ പൊക്കിയിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് നേരെ ഇന്ത്യക്കാർ തന്നെ നടത്തിയ ആക്രമണം എന്ന രീതിയിൽ വിവേചനപരമായ റിപ്പോർട്ടിംഗ് ആണ് BBC നടത്തിയത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇത്. 26 പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുള്ള കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് അതേസമയം 537 പാകിസ്ഥാൻ പൗരർ ഇന്ത്യ വിട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഏപ്രിൽ 24 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളാണ് അട്ടാരി വാഗ അതിർത്തി വഴി ഇത്രയും പാക് പൗരന്മാർ ഇന്ത്യ വിട്ടത്. കൂടാതെ ഹ്രസ്വകാല വിസയുള്ളവർക്ക് നാട് വിടാനുള്ള കാലാവധി ഇന്നത്തോടെ അവസാനിച്ചു. ഇക്കാലയളവിൽ 850 ഇന്ത്യക്കാർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയെന്നും അട്ടാരി അതിർത്തിയിലെ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥൻ അരുൺ പാൽ വാർത്താ ഏജൻസിയായ NAയോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 237 പാകിസ്ഥാനികളാണ് അതിർത്തി വിട്ടതെന്നും 116 പേർ ഇന്ത്യയിൽ എത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പാകിസ്ഥാൻ പാസ്പോർട്ട് ഉടമസ്ഥർക്ക് ഏപ്രിൽ 29 വരെ അതിർത്തി കടക്കാൻ സമയമുണ്ടെന്നും തിരിച്ചു അങ്ങനെയാണെന്നും പാൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ത്യയും സജ്ജമായിരിക്കുകയാണ്. ആയുധ ഇടപാടുകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാന് പിന്തുണയായിട്ട് ചൈനയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണം നടന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ ദുഃഖാചരണത്തിൽ പങ്കുചേരുന്നു എന്ന് അറിയിച്ചുകൊണ്ട് പാകിസ്ഥാൻ നിലപാട് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഇന്ത്യ പാക് സ്ഥിതിഗതികൾ സംബന്ധിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയാണ് ഇപ്പോൾ ചില നിലപാടുകൾ അറിയിച്ചിരിക്കുന്നത്. അതും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാറുമായി ഫോണിൽ സംസാരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഗവ്ജ ആസിഫ് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും എന്തൊക്കെ തന്നെയാണെങ്കിലും പാകിസ്ഥാൻ ഏതൊക്കെ രാജ്യങ്ങൾ നിലവിൽ പിന്തുണയുമായി രംഗത്ത് വരുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇന്ത്യക്കൊപ്പം നിരവധി രാജ്യങ്ങളാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലും പുറത്തുവരുന്നത്.